بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فآمنوا بالله ورسوله والنور الذي أنزلنا والله بما تعملون خبير. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ലവരായി ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിക്കാനും അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് അന്തിമയാത്രക്കൊരുങ്ങുവാനുമുള്ള മഹത്തായ ഭാഗ്യം റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് പലരോടും പല നിലക്കുള്ള ബാധ്യതകളുണ്ട്. നമ്മെ ജീവിക്കാൻ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, ജീവിത പരീക്ഷണങ്ങളിൽ നമ്മുടെ കൂടെ നിന്നവരോട്, സാമ്പത്തിക രംഗത്ത് ബുദ്ധിമുട്ടുണ്ടായപ്പോ നമ്മുടെ കൈപിടിച്ച് നമ്മെ ചേർത്തു നിർത്തിയവരോട്, നമ്മൾ ഓരോരുത്തരും ഉന്നതമായ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചവരോട്, പ്രാർത്ഥിച്ചവരോടൊക്കെ വലിയ ബാധ്യതകളും കടപ്പാടുകളും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ ഇവരോട് നമുക്കുള്ള കടമകളെക്കാൾ, ബാധ്യതകളെക്കാൾ വലിയ ബാധ്യത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒട്ടനേകം മറുപടികൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നാം ഓരോരുത്തരും സ്വർഗത്തിലേക്കെത്താൻ, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ എല്ലാം നമുക്ക് പകർന്നു നൽകിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമ്മെ ഓരോരുത്തരെയും വിശുദ്ധമായൊരു പാതയിലേക്ക്
വ്യക്തമായൊരു വെളിച്ചത്തിലേക്ക് എത്തിച്ചവരാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രയാസമുണ്ടാകുന്നത് താങ്ങാൻ കഴിയാത്ത പ്രവാചകൻ, നമ്മെ ഏറ്റവും കൂടുതലായി സ്നേഹിച്ച സ്നേഹത്തിന്റെ നിറകുടമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനോട് മർമ്മപ്രധാനമായ ചില ബാധ്യതകൾ നമുക്ക് നിർവഹിക്കുവാനുണ്ട്. ഏതൊക്കെയാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനോട് നമുക്കുള്ള ബാധ്യതകൾ? ഏതൊക്കെയാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അൽ ഈമാനു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ് ആ പ്രവാചകനോടുള്ള നമ്മുടെ ബാധ്യതകളിൽ ഒന്നാമത്തേത്. അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, സത്യസന്ധതയുടെ, നിഷ്കളങ്കതയുടെ ഉജ്ജ്വലമായ മാതൃക നമുക്ക് പകർന്നു നൽകിയ പ്രവാചകൻ. സ്വർഗത്തിന്റെ വഴികളും നരകമോചന പാതയും കൃത്യമായി നമ്മെ പഠിപ്പിച്ചവരാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലക്ക് ആ പ്രവാചകനിൽ അതിശക്തമായ വിശ്വാസം നമുക്കുണ്ടാവണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അനവരതം വചനങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞ അവിടെ തന്നെ വറസൂലിഹി, നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ പ്രവാചകനിൽ നന്നായി വിശ്വസിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ 64-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനമാണ് വഅതിഉല്ലാഹ് വഅതിഉർ റസൂൽ, നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിനെ കൃത്യമായി അനുസരിക്കണം. അതോടൊപ്പം ചേർത്തി അല്ലാഹു തആല പറഞ്ഞു വഅതിഉർ റസൂൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നിങ്ങൾ നന്നായി അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. ലഅല്ലകും തുർഹമൂൻ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭ്യമാവുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന വിഷയത്തിൽ, നമ്മളെ പഠിപ്പിച്ച വിഷയത്തിൽ സംശയങ്ങളില്ലാതെ, സന്ദേഹങ്ങളില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. ഒരു സത്യവിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം പരിശുദ്ധ ഖുർആനിന്റെ 49-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ റബ്ബ് നമ്മളോട് പറഞ്ഞു, ആരാണ് ഒരു വിശ്വാസി? ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും ഒരു മുഅ്മിനായ മനുഷ്യനെന്ന് പറയുന്നവൻ ആരാണെന്നറിയുമോ? അവര് ചില ആളുകൾ മാത്രമാണ്. അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹു തആലയിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവരാകുന്നു അവര്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും ഏറ്റവും നന്നായി വിശ്വസിക്കുന്നവരാകുന്നു അവര്. സുമ്മ ലം യർതാബൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ
ഇതാരും മുമ്പ് പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഇത് ശരിയാകുമോ, ഇത് ഈ കാലഘട്ടത്തിന് ഫിറ്റാണോ, ഈ IT വിപ്ലവം മരങ്ങേറുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഹദീസൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാമോ, ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വിഷയമാണോ എന്നിങ്ങനെ ഹദീസുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സന്ദേഹങ്ങളില്ലാത്തവരാണ്, തർക്കമില്ലാതെ അംഗീകരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു കാര്യമാണോ നമ്മളെ പഠിപ്പിച്ചത് അത് തർക്കരഹിതമായി അംഗീകരിക്കുന്നവരാണ് വിശ്വാസികൾ. ഇങ്ങനെ ചെയ്യുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടുന്ന രണ്ടാമത്തെ ബാധ്യതയാണ്. മൂന്നാമത്തെ ബാധ്യത പണ്ഡിതന്മാര് പറഞ്ഞു ഇത്തിബാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി പിൻപറ്റണം. ഏത് വിഷയത്തിൽ? എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ട് നാം ഓരോരുത്തരും ജീവിക്കണം. നമ്മുടെ വിശ്വാസ രംഗത്ത്, കർമ്മരംഗത്ത്, സ്വഭാവ മേഖലയിലെല്ലാം ആ പ്രവാചകനെ പിന്തുടരാൻ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലും ആ പ്രവാചകനിൽ നമുക്ക് മാതൃകയുണ്ട്. ലഖദ് കാനത് ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ പ്രവാചകനിൽ അതുല്യമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ പ്രവാചകന്റെ പാതയെ ഇത്തിബാഇ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, ഫലാ വറബ്ബിക്, നബിയേ നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, ചില ആളുകൾ വിശ്വാസിയാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, ഒരു വിഷയത്തിൽ പ്രവാചകരെ താങ്കൾ ആ വിഷയത്തിന്റെ വിധി ഇപ്രകാരമാണ് എന്ന് താങ്കൾ അവരോട് പറയുകയാണ്. ആ വിഷയത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുന്നതുവരെ മനുഷ്യരുടെ കൂട്ടത്തിലെ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. ثم لا يجدوا في أنفسهم حرجا مما قضيت. മതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇതാണ് ആ വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ വിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രയാസങ്ങളില്ലാത്തവരാണ്, ആശങ്കയില്ലാത്തവരാണ് സത്യവിശ്വാസികൾ. വയുസല്ലിമൂ തസ്ലീമാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ ഇതാണ് വിധി എന്ന് പറഞ്ഞാൽ ആ വിധിക്ക് കീഴ്പ്പെടേണ്ടവരാണ് സത്യവിശ്വാസികൾ എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളെ ജീവിതത്തിന്റെ ഏത് വിഷയാണോ ആ വിഷയത്തിൽ ഇതാണ് വിധി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ഇഖ്തിയാർ പാടില്ല. ഖുർആൻ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു സത്യവിശ്വാസിയായ മനുഷ്യനിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മതത്തിന്റെ വിഷയം ഇപ്രകാരമാണ് എന്ന് പറഞ്ഞു. ഇനി ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവനുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇക്കണ്ട കാലം വരെ ഞാൻ അങ്ങനെയാണ് ശീലിച്ചു പോന്നത്, ഇത് ഞാനിങ്ങനെ നാളുകളായി ഞാനിങ്ങനെ പഠിച്ചു പോകുന്ന സംഗതിയാണ്, പണ്ട് ഞാൻ ആ ഓത്തൊള്ളിന്ന് ഇങ്ങനെ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന ഒരു നിലപാട് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പാടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് തോന്നിയതുപോലെ നടന്നാൽ എന്താ സംഭവിക്കുക? അല്ലാഹു പറയാണ് ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹു ഒരു കാര്യം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നവർ ശ്രദ്ധിക്കണേ, അവര് ജാഗ്രത പാലിക്കണേ. എന്നിട്ട് റബ്ബ് പറയാണ് അൻ തുസീബഹും ഫിത്ന, അവരെ ജീവിതത്തിൽ അവർക്ക് പരീക്ഷണങ്ങൾ വന്നേക്കാം. ഔ യുസീബഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ വന്നേക്കാമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ 24-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വചനത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് നമുക്കുള്ള 3-ാമത്തെ ബാധ്യതയാണ്. 4-ാമത്തെ ഒരു കാര്യം മഹബ്ബത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. ആരെക്കാൾ, ഏത് രൂപത്തിൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി വിശദീകരിച്ചു. ലാ യുഹ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് നമ്മൾ അവിടുത്തെ സ്നേഹിക്കേണ്ടത്, ഇഷ്ടപ്പെടേണ്ടത് എന്നതിന്റെ ഏറ്റവും കൃത്യമായ രൂപം നമ്മളെ പഠിപ്പിക്കുകയാ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. ഏതുവരെ എന്നറിയുമോ? ഹത്താ അഹബ്ബ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ഒരാൾ ഏറ്റവും നന്നായി സ്നേഹിക്കേണ്ടതിന്റെ പ്രിയപ്പെട്ട ഉപ്പയില്ലേ, ഉമ്മയില്ലേ, അവരെക്കാളേറെ ഒരാൾ എന്നെ സ്നേഹിക്കുമ്പോഴും തന്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു മനുഷ്യന് എത്രമാത്രം ഇഷ്ടമാണോ അതിനേക്കാളപ്പുറം എന്നെ സ്നേഹിക്കുന്നത് വരെ വന്നാസി അജ്മഈൻ. ഈ ദുനിയാവിൽ മനുഷ്യരെ നിങ്ങൾക്ക് ആരോടൊക്കെ ഇഷ്ടമാണോ, മഹബ്ബത്തുണ്ടോ, അവരെക്കാളേറെയെല്ലാം നിങ്ങൾ ഓരോരുത്തരും എന്നെ ഇഷ്ടപ്പെടുവോളും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നമ്മളെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നതിനേക്കാളപ്പുറം സ്നേഹിക്കുന്നവരായി, ഇഷ്ടപ്പെടുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കുള്ള 4-ാമത്തെ ബാധ്യതയാണ്. 5-ാമത്തെ ബാധ്യത അൽ ഇന്തിസാറു ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനശ്റു ദഅവതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദീന് അത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ, സഹായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, മനുഷ്യരെ, ദീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ദീന്, നിങ്ങൾക്ക് ലഭിച്ച ദീന് അതെന്ത് ചെയ്യണം? അത് അറിയാത്ത ആളുകൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ നോമ്പൊലിക്കുന്നുണ്ടല്ലോ, എനിക്ക് തൗഹീദ് ഉണ്ടല്ലോ, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഇസ്ലാമിക ദഅവത്തല്ലേ, അതിനൊക്കെ പള്ളിയിൽ ഉസ്താദുമാരുണ്ട്, നാട്ടിലെ സംഘടനാ ഭാരവാഹികളുണ്ട്, അവരൊക്കെ ചെയ്യേണ്ട പണിയാണത്. അതൊന്നും ഞാൻ എടുക്കേണ്ട പണിയല്ല എന്ന നിലക്ക് ആ ധാരണയോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ. പടച്ചോൻ നമ്മളോട് പറയാണ്, ഇതാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ സുവ്യക്തമായ പാത, ഇതിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ബല്ലിഗൂ അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത്
നിങ്ങൾ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം ദീൻ അറിയാത്ത ആളുകളുണ്ട്. തൗഹീദ് എന്താണെന്നറിയാത്തവർ, ശിർക്ക് എന്താണെന്നറിയാത്തവർ, അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്നവരായി മാറി ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള അഞ്ചാമത്തെ ബാധ്യത നിർവഹിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. ആറാമത്തെ ബാധ്യത അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, സ്വലാത്ത് ചൊല്ലണം. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, സ്വലാത്ത് ചൊല്ലണം. റഗിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ഒരു മനുഷ്യൻ അവൻ മുഖം കുത്തി വീഴട്ടെ, അവൻ തുലയട്ടെ, അവൻ നശിക്കട്ടെ, അവൻ ആരാന്നറിയോ? അവന്റെ അരികിൽ എന്റെ പേര് കേട്ടു, എന്നിട്ട് അവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവൻ ചൊല്ലുന്നില്ല. അവൻ എന്ത് ചെയ്യട്ടെ? അവൻ തുലയട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും യുസല്ലി അലയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്തവൻ ആരായിരിക്കും എന്നറിയുമോ? എന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്നവനാണ്. അൽ ബഖീൽ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ ആരാന്നറിയോ? മൻ ദുകിർതു ഇൻദഹു വലം യുസല്ലി അലയ്യ. എന്റെ പേര് കേട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവനല്ലേ, അവനാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകൾ തീർക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊന്ന് തൗഖീറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ വമയ്യിത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം മദീനയിലെത്തിയാൽ പിന്നീട് അദ്ദേഹം ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാറില്ല. അപ്പൊ ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ ഒട്ടകപ്പുറത്ത് മദീനയിലെത്തിയാൽ പിന്നെ സഞ്ചരിക്കാത്തത് എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോ പറയും, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിയ വയറുമായി പ്രയാസപ്പെട്ട് ക്ഷീണിച്ചവസനായി ഈ മദീനയിലൂടെ നടന്നിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട പ്രവാചകനോടുള്ള അനാദരവാകുമോ ഇത് എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് ഈ ഒട്ടകപ്പുറത്ത് ഞാൻ ഇങ്ങനെ സവാരി ചെയ്യുമ്പോൾ എന്ന് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. താബിഈ പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കിടന്നിട്ട് ഒരു ഹദീസ് പോലും അവർ പറയാറില്ലായിരുന്നു എന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ നിലയ്ക്ക് വലിയ ബഹുമാനവും ആദരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തും അദ്ദേഹം അവരുടെ കൂടെ ഇല്ലാത്തപ്പോഴും അവർ കാണിച്ചിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ആദരിച്ച് ബഹുമാനിച്ച് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായി മാറാനും നമുക്ക് കഴിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.